അങ്ങനെ വീണ്ടും ഒരു വീക്കെൻഡ് എത്തിയിരിക്കുകയാണ്. ഇന്നൊരു കുട്ടിക്കറക്കാകാമെന്ന് വിചാരിച്ചു. ഇപ്പം ഈ കാണുന്നത് ആബ്ര എന്ന് പറയുന്ന ഒരു ബോട്ട് പോലത്തെ ഒരു സംഭവം, ബോട്ടല്ല ചെറിയ വള്ളം പോലത്തെ ഒരു സംഭവമാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് സാദിയാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ആബ്ര യാത്ര നടത്താമെന്ന് വെച്ചത്. ബർദുബായിലാണ്. ബർദുബായി പോയിട്ട് ജസ്റ്റ് ഒരു ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിൽ വരെ പോകാൻ പറ്റും. അതേപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. നല്ല രസമാണ്. ജസ്റ്റ് ഒരു വെള്ളത്തിലൂടെയുള്ള ഒരു യാത്ര. പിന്നെ അവിടെ ഇറങ്ങിയിട്ട് പിന്നെ ആ ഒരു സ്ട്രീറ്റിലൂടെ അങ്ങനെ കുറേ നടക്കാം. പിന്നെ ബർദുബായ് ടെമ്പിളൊക്കെ ഉണ്ട്. ടെമ്പിളിൽ അവിടെ നല്ല എന്താ പറയുക, എപ്പോഴും തിരക്കാണ്. അവിടെ എല്ലാം എപ്പോഴും ആൾക്കാരുണ്ടാവും. കടയും കമ്പോളമൊക്കെ ഒരുപാടുണ്ടാവും. നല്ല രസമാണ്. ഇത് ശരിക്കും ഓൾഡ് ദുബായ് ആണ്. ദുബായിയുടെ ആദ്യകാലം തൊട്ട് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇതിവർ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വാട്ടർ ബോഡി, ഒരു കനാലാണ്. ഇത് മറ്റ് വ്യാപാരങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ ഇത് വളരെ ടൂറിസം പരിപാടികളായിട്ട് പോയിക്കൊണ്ടിരിക്കും. ദുബായിൽ താമസിക്കുന്നത് ഒരു തവണയെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് ഈ യാത്ര. പിന്നെ ഞങ്ങൾ അങ്ങ് ഇൻ്റർനാഷണൽ സിറ്റിയിൽ നിന്നാണ് വന്നത്. ആ ഒരു ദൂരം അതൊരു വലിയ യാത്ര തന്നെയായിരുന്നു. ഇപ്പം നമ്മൾ ഇൻ്റർനാഷണൽ സിറ്റിയിൽ നിന്ന് ബസ് കയറി സെൻട്രൽ പോയിൻറ്റ് മെട്രോ സ്റ്റേഷനിലെത്തി. മെട്രോയിൽ നിന്നും ബുർജുമാനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ബസ് കയറിയിട്ട് വേണം. അങ്ങനെ 1, 2, 3 പ്രാവശ്യം ബസ് കയറിയാൽ നമ്മളിവിടെ എത്തി. ബസ്സും ട്രെയിനും കയറിയിട്ടാണ് ഇവിടെ എത്തിയത്. ബുർജുമാനിൽ ഇറങ്ങിയിട്ട് നടന്നും പോകാട്ടോ. പക്ഷെ നമുക്ക് അതപ്പം അറിയില്ലായിരുന്നു എങ്ങനെയാണ് പോകേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ബസ് കയറിയിട്ട് ഈസി ആയിട്ട് ഇങ്ങനെ എത്തും. ആബ്ര സ്റ്റേഷനിൽ ഇറങ്ങി ആബ്രയിൽ കയറിയിട്ട് പോവാം. ഈസിയാണ്. ഇത് നമ്മുടെ ആബ്രയുടെ സ്റ്റീറിങ്ങും ആബ്രയുടെ കപ്പത്താനുമാണ് കേട്ടോ. പുള്ളിയാണ് നമ്മുടെ ഇന്ന് കോയിൻസ് കളക്ട് ചെയ്യുന്നത്. നമ്മളിത് കയറി കഴിഞ്ഞിട്ട് പുള്ളി തന്നെ ചോദിക്കുക. അപ്പം നമ്മൾ കൊടുത്താൽ അങ്ങനെ ഞങ്ങളിത് ആബ്ര ലക്ഷ്യമാക്കിയാണ് വന്നത്. അങ്ങനെ ചെറിയൊരു കുട്ടി യാത്ര. പിന്നെ കുറച്ച് ഷോപ്പിലൊക്കെ കയറി ചുമ്മാ ഡ്രസ്സൊക്കെ നോക്കി കറങ്ങി അടിച്ച് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. സംഭവം അതവിടെ കൊണ്ട് തന്നു. ഇന്ന് എൻ്റെ അടുത്ത ജോലിയോടെയുള്ള അടുത്ത യാത്രകൾ വീണ്ടും തുടരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ.